ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ആമസോൺ ഫാഷൻ എന്ന് പറയുമ്പോൾ എത്നിക് വെയർ കളക്ഷൻ നമ്മുടെ ചാനലിലൊക്കെ അടിപൊളിയായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അതും ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ ഒക്കെയാണ്. അപ്പോൾ ഇന്നും അതൊക്കെ തന്നെ കാണിക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തിൽ നമ്മൾ കുറച്ചുകൂടി സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് വെച്ചിട്ട് തന്നെ നോക്കാം. ഫസ്റ്റ് വൺ സ്കൈലി ബ്രാൻഡാണ് കേട്ടോ. സ്കൈലി ബ്രാൻഡിൻ്റെ എന്ന് പറയുമ്പോൾ അവർക്ക് എത്നിക് വെറൈറ്റിയിൽ നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും മേടിക്കാറുണ്ട്. ചില സമയത്ത് റേറ്റ് കൂടും കുറയും അങ്ങനെ. അപ്പോൾ കുറവുള്ള സമയം നോക്കിയിട്ട് മേടിച്ചാൽ മതി. ഞാനും അങ്ങനെ തന്നെ മേടിക്കാറ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഒരു 3 പീസിൻ്റെ ഒരു സെറ്റാണ്. സൈലി ബ്രാൻഡിൻ്റെ ആണ് ഇത് വരുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത്. സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് യോക്ക് പോർഷനിൽ. എംബ്രോയ്ഡറിയും സീക്വൻസ് വർക്കിൻ്റെയും ഡീറ്റെയിലിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ 3/4 ആണ് സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും സ്വീക്വൻസ് വർക്കും എംബ്രോയ്ഡറി വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് അടിപൊളി, ഒരു രക്ഷയില്ല. സിൽക്ക് മെറ്റീരിയൽ ആണോ എന്ന് ചോദിച്ചാൽ സിൽക്കാണ്. എന്നാൽ നമുക്ക് ഇടുമ്പോൾ ഒരു കംഫർട്ട്, ആ ഒരു കംഫർട്ട് സോൺ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഇടുമ്പോൾ. പിന്നെ വിത്ത് ലൈനിങ്ങോട് കൂടിയ സിൽക്ക് ആയതുകൊണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് ഇത് വരുന്നത്. ഓവറോൾ ദാമിൻ്റെ പോർഷനിലും ചെറുതായിട്ട് എംബ്രോയ്ഡറി സെൽഫാണ്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങനെ എടുത്തറിയില്ല. പക്ഷേ നമ്മൾ എന്തൊക്കെയോ ഇട്ടു എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ട് കേട്ടോ. പിന്നെ വരുന്നത് പാൻറ്റ് 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. പിന്നെ നല്ല ക്യൂട്ട് പ്രിറ്റി ആയിട്ടുള്ള ദുപ്പട്ട സെയിം മെറ്റീരിയൽ തന്നെയാണ് വരുന്നത്. സിൽക്ക് മെറ്റീരിയൽ സൈഡിൽ എംബ്രോയ്ഡറി വർക്ക് സീക്വൻസ് വർക്കിൻ്റെ ഒക്കെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ല ഷെയ്ഡ്, ഒരു സ്റ്റാൻഡേർഡ് കളറാണ് ഇത് വരുന്നത്. എന്നാൽ ഇതിൽ തന്നെ ഒരു 4 ഷെയ്ഡ് വേറെയും അവൈലബിൾ ആണ്. ആക്ച്വലി ഇത് സൈസ് ഞാൻ മേടിച്ചത് മീഡിയമാണ്. രണ്ടും കൽപ്പിച്ച് മേടിച്ചത് തന്നെയാണ്. എനിക്കിത് ലുക്ക് ഇഷ്ടമായി. പക്ഷേ എൻ്റെ സൈസിൽ ഉണ്ടായിരുന്നില്ല, ലാർജ് സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും മീഡിയം മേടിച്ച് നോക്കാം. നല്ലതാണെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് ലാർജിലേക്ക് മേടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരില്ല. മീഡിയം ഒക്കെ കറക്റ്റ് ഫിറ്റാണ്. കണ്ട, കറക്റ്റ് ഫിറ്റാണ്. ഞാൻ വിചാരിച്ചു ഇത് കയറില്ല എന്ന് വിചാരിച്ചു. പക്ഷേ മീഡിയം അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ സൈസ് കുറഞ്ഞിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ ഇതിൽ വേറെയും കുറേ കളേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ബ്ലാക്ക് ഉണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെയും എന്താ സംഭവം എന്ന് വെച്ചാൽ ഫ്രണ്ട് പോർഷനൊക്കെ ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് മീഡിയമാണ്. എന്തായാലും ഇത് ഹൈലി റെക്കമെൻഡ് പീസാണ്. ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ തന്നെ കേട്ടോ 3 പീസിൻ്റെ സെറ്റാണ്. പക്ഷേ 3 പീസായിട്ടല്ല, എനിക്കിതൊരു സിംഗിൾ പീസായിട്ട് ഇടാനാണ് ഇഷ്ടം. പിന്നെ മെറ്റീരിയൽ വൈസ് നോക്കുമ്പോൾ റയോൺ മെറ്റീരിയലാണ്, കംഫർട്ടാണ്. കംഫർട്ട് സോൺ മാത്രമല്ല, മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ഒന്ന് ഡീറ്റെയിലിംഗ് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ് ഒക്കെ പറയാം. അപ്പോൾ ടോപ്പാണ് കാണുന്നത്. ഫുൾ ഫ്ലെയറോട് കൂടിയിട്ട് വരുന്നത്. അത്യാവശ്യം നന്നായി ഫ്ലെയർ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട്. പിന്നെ ഇതിന് കൂടെ വരുന്ന പാൻറ്റ്, അതുപോലെ തന്നെ ദുപ്പട്ട. അപ്പോൾ ടോപ്പിന് ഇങ്ങനെ ലെയറായിട്ട് ടയർ ടൈപ്പ്. എത്ര ടയർ ഉണ്ട്? 1 2 3 4 5 ടയർ ആയിട്ടുള്ള നല്ല അടിപൊളി എന്ന് വെച്ചാൽ ഒരു പ്രഗ്നൻസിയോ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ടമ്മിയുള്ള ഒരു ഏത് പ്രായക്കാർക്കായാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ടോപ്പാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന് കൂടെ അഫ്കോഴ്സ് പാൻറ്റ് ഉണ്ട്. പിന്നെ വരുന്ന ദുപ്പട്ടൊക്കെ ഈ പ്രാവശ്യത്തെ ഒരു രക്ഷയില്ലാത്ത ദുപ്പട്ട കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ ഇറക്കിയിട്ടുണ്ട്. ഫുൾ പ്രിൻറ്റോട് കൂടിയിട്ട്. പിന്നെ ആസ് യൂഷ്വൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി കളറാണ് ഈ ഒരു റെസ്റ്റ് ഓറഞ്ചിനും അതുപോലെ തന്നെ ഒരു മറൂൺ ടച്ച് കൂടി മിക്സ് ആയിട്ട് വരുന്നുണ്ട്. പക്ക റെസ്റ്റ് ഓറഞ്ച് അല്ല, ഒരു മറൂൺ ടച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലുക്ക് വൈസ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ പാൻറ്റും കൂടെ ഉണ്ട്, അതുപോലെ തന്നെ ദുപ്പട്ടയും വേണ്ട. ഇത് രണ്ടും നമുക്ക് അവോയ്ഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇത് ഒരു വെസ്റ്റേൺ സ്റ്റൈലിലുള്ള ഒരു ഫ്രോക്കായിട്ട് ഇട്ട് നടക്കാം കേട്ടോ. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്കും നമുക്ക് ഫ്ലെയറോട് കൂടി കിട്ടും എന്നുള്ളത്. ചൂടുകാലമാണല്ലോ വരാൻ പോണത്. കാറ്റ് കൊള്ളണ്ടേ, കാറ്റ് കയറണ്ടേ. അപ്പോൾ അതിനായിട്ടുള്ള അടിപൊളി ഒരു ഇത്രയും ഫ്ലെയറോട് കൂടിയിട്ട്. അതാ നിസ്സാര റേറ്റാണ് വരുന്നത്. മെറ്റീരിയൽ ഒരു രക്ഷയില്ല. ഗോസ്രിക്ക് ബ്രാൻഡിൻ്റെ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത് സൂപ്പർ ഗോൺ. ഒരു തവണയെങ്കിലും മേടിച്ച് നോക്കണം. പിന്നെ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട്. പറ്റിയില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ കൊടുക്കാം. പക്ഷേ ഇത് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ റിട്ടേൺ കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. റേറ്റും കുറവാണ്. പിന്നെ ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജാണ് കേട്ടോ. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. പിന്നെ എവിടെയോ ഒരു വൈറ്റ് കളറൊക്കെ കണ്ടിരുന്നു. അത് സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതാണ്. ഇവരുടെ ബില്ലിൻ്റെ സ്റ്റിക്കർ. അതൊക്കെ വലിച്ച് ഊരി കളയണമൊക്കെ. അപ്പോൾ ഗോസ്രിക്കാണ് കേട്ടോ ബ്രാൻഡ് വരുന്നത്. കലോസിയ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ അല്ല എനിക്ക് മെയിനായിട്ട് ഇഷ്ടമായത്. എനിക്ക് ഇതിൻ്റെ സ്ലീവാണ് ഇഷ്ടമായത്. ഫുൾ സ്ലീവ്. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി
ചൂടുകാലമാണ് വരാൻ പോണത്. വെയിലത്തൊക്കെ പോകുമ്പോൾ ടാൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സ്ലീവ് മസ്റ്റാണ്. അപ്പോൾ ഇനി ടോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അനാർക്കലി സ്റ്റൈലാണ്. ഫ്ലയറോട് അത്യാവശ്യം നല്ല ഫ്ലയർ ഉണ്ട് കേട്ടോ. ഫ്ലയറോട് കൂടിയിട്ട് പിന്നെ ഈ നടുക്കിൽ ഈ ഒരു പോട്ട്ലി ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ പ്രിൻറ്റോട് കൂടിയിട്ടാണ്. ഈ പ്രിൻറ്റ് വാഷ് ചെയ്ത് അങ്ങനെ പോകാൻ ഒരു ചാൻസ് ഇല്ല. തുണിയോട് കൂടിയിട്ടുള്ള പ്രിൻറ്റാണ് വരുന്നത്. പിന്നെ പാൻറ്റ് പ്ലെയിൻ ആണ്, ബ്ലൂ ഷെയ്ഡാണ് വരുന്നത്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ്. 3/4 അല്ല, ഫുൾ സ്ലീവ് ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത്. സ്ലീവ് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഒരു ലൂസ് ഉണ്ട്. ആ ലൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾട്ടർ ചെയ്ത് ടൈറ്റ് ചെയ്യാൻ പറ്റും. ടൈറ്റുള്ള സംഭവം നമുക്ക് ലൂസ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇത് കുറച്ച് ലൂസ് ഉണ്ട്, അതൊന്ന് ഇങ്ങനെ പിടിച്ചാൽ മതി. ബാക്കിയൊക്കെ സെറ്റാണ്. ഇനി ദുപ്പട്ടേനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ദുപ്പട്ടയും കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഓവറോൾ ഇങ്ങനെ ഫുൾ പ്രിൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ സമൂസ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് സിൽവർ ഷെയ്ഡാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത്. ഓവറോൾ ലുക്ക് അടിപൊളി, എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി കേട്ടോ. നല്ല ഫ്ലെയറോട് കൂടിയിട്ട് കലോസിയ ബ്രാൻഡാണ്. ലാർജ് സൈസാണ് വെയർ ചെയ്തിരിക്കുന്നത്. ഇതിലും സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അടിപൊളിയാണ്. ഗോൺ ഇത് 3 പീസിൻ്റെ ഷിമ്മർ മെറ്റീരിയലാണ് വരുന്നത്. ഇപ്പോൾ ചൂട് കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ഉഷ്ണമുണ്ട്. കാരണം ഇതൊരു ഷിമ്മർ മെറ്റീരിയലാണ്. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കളക്ഷനാണ്. അപ്പോൾ 3 പീസിൻ്റെ കളക്ഷൻ. ഇതൊരു ടോപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ഫിറ്റാണ്. സൈഡ് സ്ലിറ്റ് വരുന്നുണ്ട്. പിന്നെ യോക്കിൽ ഇങ്ങനെ വർക്ക്, നല്ല ഹെവി വർക്കാണ് വരുന്നത്. പിന്നെ ദാമൻ്റെ പോർഷനിലും നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ലീവിൻ്റെ നോക്കുകയാണെങ്കിൽ സ്ലീവ് 3/4 വൺ സൈഡ് ഇങ്ങനെ അടിയിൽ ഇങ്ങനെ പാച്ച് വർക്ക് അല്ല, ആക്ച്വലി ഫുൾ വർക്കാണ് വന്നിരിക്കുന്നത്. ഒരു ലേസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ പാൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടിൻ്റെ കളർ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യേണ്ടത്. പാൻറ്റ് ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ്, ഇതൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ്. ആ ഒരു ഫീലിംഗ് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇതിന് കൂടെ ദുപ്പട്ടയിൽ നല്ല ഹെവി വർക്ക് വന്നിട്ടുണ്ട്. 4 ചുറ്റില്ല, 2 ചുറ്റും ഇങ്ങനെ ഫുൾ വർക്കോട് കൂടിയിട്ടാണ് കേട്ടോ വർക്ക്. അതുപോലെ തന്നെ 3 പീസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. അല്ലെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്ന സൈസ് ലാർജാണ്. പക്ഷേ ഇതിൽ ലാർജ് സൈസിന് പറയുമ്പോൾ കുറച്ച് എനിക്ക് വിമിഷ്ടം മുട്ടുന്നുണ്ട്. കാരണം ഈ മെറ്റീരിയൽ അങ്ങനെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ സൈസിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഒരു 1 സൈസ് അപ്പ് പിടിക്കണം. കാരണം ഉഷ്ണം കൂടുതലുള്ള ഒരു മെറ്റീരിയലും കൂടി ആയതുകൊണ്ട് എനിക്കൊരു ടൈറ്റ്നെസ് ആണോ ഇഷ്ടമുട്ടോ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സൈഡ് അപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സമാധാനമായിട്ട് നമുക്ക് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കളർ നോക്കിയിട്ട് പിക്ക് ചെയ്തത്. പിന്നെ ഇത്രയും ഹെവി വർക്ക് ഇത്രയും റേറ്റ് കുറവിന് കിട്ടുമ്പോൾ ആരെ മേടിക്കാണ്ടിരിക്കുക. പാൻറ്റിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് എന്നുള്ളൂ. അതിപ്പോൾ നമുക്കൊരു വേറൊരു പാൻറ്റ് എടുത്ത് ഈ ഒരു റേറ്റിന് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇഷ്ടമായി ചോദിച്ചാൽ ഒരു 80% ആ ഒരു ലെവലിലേക്കാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. പക്ഷേ ഈ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു സൈസ് അപ്പ് എടുത്താൽ മതി. അപ്പോൾ എക്സൽ എടുത്താൽ മതി കേട്ടോ. എക്സൽ ആകുമ്പോൾ ഒന്നും പ്രശ്നമില്ല, നമുക്കൊന്ന് ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്ത് ഓർഡർ ചെയ്തിട്ടൊക്കെ നമുക്ക് ഇട്ട് പോകാമല്ലോ. അപ്പോൾ ഇതാണ് സൈസും അതുപോലെ തന്നെ 3 പീസിൻ്റെ ഒരു കളക്ഷൻ വരുന്നത് പാർട്ടി വെയറിൽ. ബ്രാൻഡ് ലിബാസ് ബ്രാൻഡ് അടിപൊളി ബ്രാൻഡാണ്. അവരുടെ കാര്യത്തിൽ ക്വാളിറ്റിനെ കുറിച്ചിട്ട് ഞാൻ പറയാൻ ആളല്ല, പക്ഷേ ഇടുമ്പോൾ ഒരു ലുക്ക് നമ്മുടെ കംഫർട്ട് അതെന്തായാലും ഞാൻ പറയണ്ടേ. അപ്പോൾ ഇത് 3 പീസിൻ്റെ ഒരു കളക്ഷനാണ് ലിബാസ് ബ്രാൻഡിൻ്റെ. പിന്നെ മഞ്ഞ കണ്ടാൽ ഞാൻ വിടില്ല. അപ്പോൾ ഇതൊരു പാർട്ടി വെയർ കളക്ഷനാണ് വരുന്നത്. ടോപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു സ്ട്രെയിറ്റ് ഫിറ്റിൽ സിൽവറിൻ്റെ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ യോക്കിൻ്റെ ആ ഒരു പോർഷൻ ഫുള്ള് വന്നിരിക്കുന്നത്. പിന്നെ ചെറിയ ബൂട്ട വർക്കൊക്കെ വന്നിട്ടുണ്ട്, സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ 3/4 ആണ് സ്ലീവിൻ്റെ എൻഡിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ആർഭാടമൊന്നുമില്ല. എന്നാൽ സിമ്പിളാണോ ചോദിച്ചാൽ സിമ്പിളാണ്, ആർഭാടാണോ ചോദിച്ചാൽ ഒരു മീഡിയം ലെവലിലേക്ക് നിൽക്കുന്നൊരു സംഭവം കേട്ടോ. പിന്നെ പാൻറ്റ് വരുന്നുണ്ട്. പാൻറ്റ് പ്ലെയിൻ ആണ്, 1 സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സിൽക്ക് മെറ്റീരിയലിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ടോപ്പ് ബോട്ടം സിൽക്ക് മെറ്റീരിയൽ. അതേപോലെ തന്നെ കൂടെ വരുന്ന ദുപ്പട്ട നല്ല വലുപ്പത്തിലും നല്ല വീതിയിലും സിൽക്ക് മെറ്റീരിയൽ. അതിൽ ഫുൾ ത്രെഡ് വർക്കും ഇതുപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഫുൾ ഇങ്ങനെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ കളർ ഓപ്ഷൻസ് ഉണ്ടോയെന്ന് ഞാൻ ചെക്ക് ചെയ്തില്ല. മഞ്ഞ കണ്ടപ്പോൾ തന്നെ അപ്പം തന്നെ പിക്ക് ചെയ്തു. റേറ്റും ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പിന്നെ ഇതിന് ഒരു മെയിൻ എനിക്ക് ദോഷം തോന്നിയതെന്ന് വെച്ചാൽ സിൽക്ക് മെറ്റീരിയൽ ആണല്ലോ, ലൈനിങ് ഇല്ല ഇതിന്. സാധാരണ സിൽക്ക് മെറ്റീരിയൽ വരുമ്പോൾ ലൈനിങ് വെക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ എന്നാൽ വെക്കാണ്ടിരുന്നിട്ട് ഇതിന് നമുക്ക് ദോഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും ദോഷം അങ്ങനെ കുത്തി തറക്കിൽ അങ്ങനത്തെ ഒന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഇപ്പോൾ സൈഡിൽ സാധാരണ ലേസ് ഇത് ലൈനിങ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ കുറച്ചുകൂടിയും നമുക്ക് പെർഫെക്ഷൻ ഫീൽ ചെയ്യില്ല. പക്ഷേ ഈ സ്റ്റിച്ചിങ് ഭാഗത്തൊക്കെ അങ്ങനെ കുത്തലോ തറക്കലോ അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ലോങ് ലാസ്റ്റ് ചെയ്യണമെങ്കിൽ ലൈനിങ് മസ്റ്റായിരിക്കും. ലൈനിങ് ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടി നാൾ ഈട് നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു ഫംഗ്ഷനോ
പറഞ്ഞിട്ട് അങ്ങനത്തെ ഒക്കെ നോക്കുകയാണെങ്കിൽ പിന്നെ ഇത് ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ലിബാസ് ആട്ടോ ബ്രാൻഡ് ലാർജിൽ ഞാൻ മേടിച്ചിരിക്കണത്. ലാർജ് എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക് ലൂസ് ഉണ്ട് കേട്ടോ, അതൊന്ന് ഓൾട്ടർ ചെയ്താൽ കറക്റ്റ് ആവുന്നതേ ഉള്ളൂ. ലൂസ് വേണ്ടവർക്ക് ലൂസ് ഇല്ല, പിന്നെ ഓൾട്ടർ ചെയ്തെടുക്കണമെങ്കിൽ എടുക്കാൻ, വേണ്ടെങ്കിൽ വേണ്ട, ഇങ്ങനെ ആയല്ലോ. ലാർജാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എപ്പടി ഇഷ്ടമായില്ല എല്ലാവർക്കും കളക്ഷൻസ് ഒക്കെ? അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്താൽ മതി, വേറെ ഒരു സ്ഥലത്തേക്കും പോകണ്ട, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ വീഡിയോൻ്റെ താഴെ മോർന്നൊക്കെ ഇതിൻ്റെ അകത്ത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ വിത്ത് ഇപ്പോഴത്തെ കറൻറ്റ് പ്രൈസ് എത്രയാണ് അതും വരും കേട്ടോ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് പോകണത് എവിടേക്കാ? ആമസോൺ സൈറ്റിലേക്ക്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകണ്ട, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഓൺലൈൻ പർച്ചേസ് ചെയ്യാം, വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ ഓപ്ഷനും ഉണ്ട്, എക്സ്ചേഞ്ച് ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് സൗകര്യങ്ങളുണ്ട്, മേടിച്ചാൽ മതി, ഇത് അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ.